അജിത് ഡോവലിന്റെ പിള്ളേർ തീവ്രവാദികൾ ഇരിക്കുന്നിടത്ത് പോയി പണി കൊടുത്തിട്ട് വരുന്നവരാണ്. നമുക്കറിയാം, അജ്ഞാതന്മാർ രാജ്യത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തീവ്രവാദികളെ തീർത്തിട്ട് വരുന്നവരാണ്. അജിത് ഡോവലും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സൈന്യത്തെ സുജ്ജമാക്കി നിർത്തുമ്പോഴും ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ധന്യ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് മുൻപ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി തീവ്രവാദികളെ കൊന്നിട്ട് വന്നവരാണ് ഇന്ത്യയുടെ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൗ ബോയ്സ് എന്നാണ് റോയുടെ ആദ്യ പേര്. നമ്മൾ പക്ഷേ അതിനെ പരിഷ്കരിച്ച് റോ എന്ന് പറയുന്ന ഒരു വലിയ സംഘടന ഉണ്ടാക്കി, ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ആ ഓർഗനൈസേഷൻ്റെ കീഴിലാണെന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ആ യുവാക്കളുടെ കൈകളിൽ നിന്ന് ഭദ്രമാണ്. അവരാണ് നമ്മളുടെ വീരയോദ്ധാക്കൾ. അവരുടെ കരുത്തിലാണ് നമ്മളിന്ന് സുഖമായി ഉറങ്ങുന്നതും സുഖമായി ഉണരുന്നതും ഈ ചർച്ച ചെയ്യുന്നതുമെല്ലാം. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈനികർ, രക്തസൈനികർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നു ഈ രാജ്യം എന്ന ഒറ്റ വികാരത്തിന്റെ പേരിൽ മാത്രം. അതിനെല്ലാം ഇന്ന് പ്രേരണയായി നിൽക്കുന്ന ആ മനുഷ്യന്റെ പേരാണ് ധന്യ ആദ്യം പറഞ്ഞത്, അജിത് ഡോവൽ. ആ പേരിന്റെ ബലം, ആ പേരിൽ ഉള്ള ആ വ്യക്തി കൊടുക്കുന്ന ധൈര്യം, അത് തന്നെയാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് ഏത് തീവ്രവാദിയുടെയും നെറ്റിക്ക് നേരെ തോക്കു ചൂണ്ടി കാഞ്ചി വലിക്കാനുള്ള ശക്തി നൽകുന്നത്. നമ്മൾ കണ്ടതാണ്. കാനഡയെ വരെ വിറപ്പിച്ചു. കാനഡ എന്ന് പറയുന്ന വലിയ രാജ്യമാണ്. അവർ വരെ മുട്ടുകുത്തി ഇന്ത്യയുടെ മുന്നിൽ. അവിടുത്തെ ഇലക്ഷനിൽ സിഖുകാരുടെ ഈ പറയുന്ന ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടികൾ അടിപതറി കടപുഴകി വീണു. ഇന്ത്യയുടെ സ്വാധീനം അത്രയേറെ വലുതാണ്. പാകിസ്ഥാനിൽ ഏതാണ്ട് 25 മുതൽ 30 വരെ ഓപ്പറേഷനുകൾ ഇന്ത്യ നടത്തിയെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. അതായത് ഭീകരവാദികൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നത് സ്ഥിരമായി ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു, ഇപ്പോഴും തുടരുന്നു. ഇനി ഈ പറയുന്ന ഭീകരവാദികൾ ഈ പഹൽഗാമിലൊക്കെ ആക്രമണം നടത്തിയവരിൽ പലരുടെയും തലയിലും ഇതുപോലെ ബുള്ളറ്റ് കയറും. അത് ചിലപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത അനുയായിയായിരിക്കും കൊല്ലുന്നത്, ഇല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാളായിരിക്കും കൊല്ലുന്നത്. കാരണം ഇന്ത്യ വിചാരിച്ചാൽ എവിടെയും എന്തും നടക്കും. അതിന് ശക്തമായിട്ടുള്ള നട്ടലിനുറപ്പുള്ള ഭരണാധികാരികൾ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോഴത്തേക്കും അടുത്ത് ചെന്നിട്ട് കസേരയിൽ ഇരിപ്പുറയ്ക്കാതെ ആസനം പകുതി വെച്ചിട്ട് ചെന്ന് പീപ്പിൾ ഓഫ് ഇന്ത്യ ലവ്സ് യു സാർ എന്ന് പറഞ്ഞ വാതുറക്കാത്ത ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അതുപോലെ അല്ല ഇന്നത്തെ ഇന്ത്യ. ഏറ്റവും നല്ല സിംഹാസനത്തിൽ പോയിരിക്കുന്ന കരുത്തുറ്റ നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ന് ഈ ലോകത്തിന്റെ ഏത് പോലീസിന്റെ രാജാവായിട്ടുള്ള ഏത് പോലീസ് സ്റ്റേറ്റിന്റെ രാജാവ് വന്നാലും ശരി തന്നെ ഇന്ത്യയുടെ രീതി അതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അജിത് ഡോവൽ ഒരു ചെറിയ മാറ്റവും കൂടെ നമ്മുടെ ഈ സംവിധാനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ സുരക്ഷാ ഉപദേശക സമിതി, അതായത് NSB, അതിൽ മാറ്റം വന്നു. അതിനെ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മുൻ മേധാവിയായിരുന്ന ആലോക് ജോഷി ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ തലവനായി നിയമിക്കപ്പെട്ടു. 6 അംഗങ്ങളെ കൂടി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ മുൻ വെസ്റ്റേൺ എയർ കമാൻഡ് എയർ മാർഷൽ PM സിൻഹ, മുൻ സദേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ AK സിംഗ്, റിയർ അഡ്മിറൽ മോണ്ടി ഖന്ന, ഇന്ത്യൻ പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച രാജീവ് രഞ്ജൻ വർമ്മ, മൻമോഹൻ സിംഗ്, IFS ഉദ്യോഗസ്ഥനായി വിരമിച്ച B വെങ്കടേഷ് വർമ്മ എന്നിവരാണ് അംഗങ്ങൾ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷ സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സുരക്ഷാ തയ്യാറെടുപ്പുകളാണ് യോഗം ചർച്ച ചെയ്തത്. ഭീകരാക്രമണത്തിന് ശേഷം ഒരാഴ്ചക്കിടെ ചേരുന്ന 2ാമത്തെ മന്ത്രിതല സുരക്ഷാ സമിതി യോഗമാണിത്. ആദ്യ യോഗത്തിലാണ് പാകിസ്ഥാനെതിരെയുള്ള നയതന്ത്ര നടപടികൾ സ്വീകരിച്ചത്. 2ാം യോഗം നടന്നു. ആ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കമ്മിറ്റിയുടെ ആദ്യ തീരുമാനം എന്ത് എന്നുള്ളതാണ് ലോകമാകെ നോക്കിയിരിക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് വലിയ ദൂരമില്ല. ആ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് അത് നടപ്പിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സർജിക്കൽ സ്ട്രൈക്കിന് ഇനി ഒരു സാധ്യതയില്ല. സർജിക്കൽ സ്ട്രൈക്കിന് പ്രത്യക്ഷത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് സാധ്യതയില്ല. അത് ഏതാണ്ട് പാകിസ്ഥാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ആക്രമണം എവിടെ, എങ്ങനെ എന്നുള്ളതാണ് അവർക്ക് യാതൊരു പിടിയുമില്ലാത്തത്. അപ്പോൾ POKയിലാണ് പാകിസ്ഥാൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ POKയിൽ എന്ത് ചെയ്യും ഇന്ത്യ എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് യാതൊരു ധാരണയില്ല. കാരണം ഇന്ത്യയിൽ നിന്നുള്ളവരടക്കം, ബന്ധുക്കളടക്കം POKയിൽ പാകിസ്ഥാനിലേക്കൊക്കെ തിരിച്ചയച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാപക ആക്രമണത്തിനല്ല ഇന്ത്യ മുതിരാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യക്ക് കൃത്യമായ ധാരണയുണ്ട്. മുൻപ് ട്രെയിനിങ് സെന്ററുകളായിരുന്നു, തീവ്രവാദികളുടെ ട്രെയിനിങ് സെന്ററുകളാണ് ഇന്ത്യ അടിച്ചു തകർത്തതെങ്കിൽ
ഇനി അടിച്ചു തകർക്കാൻ പോകുന്ന അങ്ങനത്തെ ട്രെയിനിങ് സെന്ററുകളോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ആയിരിക്കില്ല. പകരം ഇവർക്ക് തല എണ്ണി നിൽക്കുന്ന തീവ്രവാദികളുടെ ഒരു ഗ്യാങ് ഉണ്ട് പാകിസ്ഥാന്റെ വിവിധ ഇടങ്ങളിലായി അഭയം തേടിയിരിക്കുന്നവർ. ഒരേ സമയത്ത് ചിലപ്പോൾ മരിച്ചു വീഴുന്ന ഈ ഭീകരവാദികളുടെ എണ്ണം 10 50 അതിന് മേലെയാണെങ്കിൽ പാകിസ്ഥാൻ പെടഞ്ഞു വീഴും. അതായത് പാകിസ്ഥാനിൽ അംഗങ്ങായി എവിടെയില്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിവിൽ കഴിയുന്ന തീവ്രവാദികൾ ഒരേ സമയത്തിൽ വെടിയേറ്റ് വീണാൽ എന്താവും അവസ്ഥ? 100 കണക്കിന് തീവ്രവാദികൾ ഒരേ സമയത്ത് വെടിയേറ്റ് മരിക്കുന്നു അജ്ഞാതരാൽ. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ സാധ്യത വിദൂരമല്ല എന്നുള്ളതും സൂചനകളായി പലരും കരുതുന്നുണ്ട്. ഒരു നേരിട്ടുള്ള സൈനികാക്രമണമില്ല, നേരിട്ടുള്ള മിസൈൽ ആക്രമണമില്ല, നേരിട്ടുള്ള സമുദ്രം കടന്നുള്ള ആക്രമണമില്ല. ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഇന്ത്യക്ക് ശേഷിയുണ്ട്. ആയിരക്കണക്കിനല്ല അതിൽ കൂടുതൽ ആൾക്കാർ പാകിസ്ഥാനിൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിരന്തരമായി ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷനുകൾ അങ്ങനെയാണ്. പാകിസ്ഥാനോട് മമതയില്ലാത്ത പാകിസ്ഥാൻകാർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവർക്ക് പാകിസ്ഥാനിൽ തുടരാൻ യാതൊരു താല്പര്യമില്ല, പാകിസ്ഥാനിൽ ജീവിക്കാൻ താല്പര്യമില്ല. കാരണം നമുക്കറിയാലോ, അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടുപോരാൻ നേരത്ത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു അമേരിക്കയിലേക്ക് അഭയം പ്രാപിച്ചത് ആയിരക്കണക്കിന് അഫ്ഗാനികളാണ്. കാരണം അമേരിക്ക അഫ്ഗാനിൽ തുറന്നപ്പോൾ അമേരിക്കയെ പിന്തുണച്ചു നിന്ന ആൾക്കാരാണ് അവരെല്ലാം. അവരെന്തുകൊണ്ടാണ് അമേരിക്ക പോകുമ്പോൾ അവരോടൊപ്പം പോയതെന്ന് പറഞ്ഞാൽ അവർക്ക് കൂറ് അമേരിക്കയോടാണ്. അതേപോലെ പാകിസ്ഥാനിൽ തുടരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ഇന്ത്യയോട് കൂറുള്ളവർ. പാകിസ്ഥാൻ എന്ന് പറയുന്ന അധമ രാജ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളവർ. ഈ ദുഷ്ടശക്തി ഇനിയും പുലർന്നാൽ ലോക സമാധാനം ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ, മനുഷ്യസ്നേഹികൾ, അവരെല്ലാം ഇന്ത്യയോടൊപ്പം നിൽക്കുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്യും. ബലൂചിസ്ഥാനിലേക്കുള്ള ഊർജം അവരിൽ നിന്നൊക്കെയാണ് ശരിക്കും ബലൂജികൾക്ക് കിട്ടുന്നത്, ബലൂജ് ലിബറേഷൻ ആർമിക്ക് കിട്ടുന്നത്, സിന്ധിന്റെ മോചനത്തിനായി കിട്ടുന്നത്. സിന്ധ് നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ബലൂചിസ്ഥാന്റെ അവസ്ഥയേക്കാൾ വളരെ ഗൗരവതരമാണ് സിന്ധിന്റെ അവസ്ഥ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധിലെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യക്കാരാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള മേഖലയാണത്, ഒന്നാമത്തെ കാര്യം. പിന്നെ പരമമായിട്ട് ഇന്ത്യയോടൊപ്പം ചേർന്ന് കിടക്കുന്ന സാംസ്കാരികമായിട്ടും മതപരമായിട്ടും ഈ പറയുന്ന സാമൂഹികമായിട്ടും എല്ലാം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അത്രയും ചേർന്നിരിക്കുന്ന ഒരു ഒരു പ്രദേശം, ഒരു പ്രൊവിൻസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ പലപ്പോഴും അവരെ കാണുന്നതെന്നുകൊണ്ട് തന്നെ അവരുടെ വികസന കാര്യത്തിൽ പാകിസ്ഥാനെ ഏറ്റവും പിന്നിലാണ് അവരെ പരിഗണിക്കാറുള്ളത്. സിന്ധ് മേഖല, അതുകൊണ്ട് തന്നെ സിന്ധ് ഒരിക്കലും സ്വതന്ത്രമായി പോയില്ല. നമ്മൾ POKയെ പറ്റി പറയില്ലേ, POK ഇന്ത്യയോടൊപ്പം ചേരുന്നു. POK ഇന്ത്യയോടൊപ്പം ചേരുന്നതിനേക്കാൾ വേഗത്തിൽ സിന്ധ് ചേരാൻ നിൽക്കുക. ഒരിക്കലും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം വിഘടിച്ചു പോകാനിരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് തന്നെ അജിത് ഡോവലിന്റെ പദ്ധതികൾ ഏറ്റവും ഗംഭീരമായി നടപ്പിലാക്കാൻ പോവുകയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കരുത്ത് ലോകം കാണാനിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.